സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകും എന്നുള്ളതാണ്. അടൂർ പ്രകാശ് UDF കൺവീനറാകാൻ പോകുന്നു. KPCC പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരെത്താൻ പോവുകയാണ്. ഈ UDFിലെ കോൺഗ്രസിലെ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുമ്പിലുണ്ടായിരുന്ന ചർച്ചകൾ, പാർട്ടിക്കകത്തുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ, അതിനൊക്കെ ഇപ്പോഴൊരു പരിഹാരമായിരിക്കുകയാണ്. സണ്ണി ജോസഫ് അടുത്ത KPCC അധ്യക്ഷനാകാൻ പോകുന്നു. K. സുധാകരൻ മാറുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. എന്തായാലും അത് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് ഹൈക്കമാൻഡ് മാറ്റിയിരിക്കുകയാണ്. പകരം സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകാൻ പോകുന്നു. വളരെ നിർണായകമായ തീരുമാനങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാവുകയാണ്. സുപ്രധാനമായ 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ കോൺഗ്രസ് ഒരു നേതൃമാറ്റത്തിലേക്ക് പോവുകയാണ്. വർക്കിംഗ് പ്രസിഡന്റുമാരായി PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ വരാൻ പോകുന്നു. പുറത്തു പോകുന്ന മുൻ അംഗങ്ങളുടെ സംഭാവനകളെ അഭിനന്ദിക്കുന്നു എന്നാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. പല പേരുകളും KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ സണ്ണി ജോസഫിന്റെ പേര് ഹൈക്കമാൻഡ് അംഗീകരിക്കുകയാണ്. നേരത്തെ ആന്റണിയുടെ പേരും സണ്ണി ജോസഫിന്റെ പേരുമൊക്കെ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് വന്നിരുന്നെങ്കിലും K. സുധാകരൻ കടുത്ത നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതെ നിൽക്കുകയായിരുന്നു ഹൈക്കമാൻഡ്. നേതൃമാറ്റം വേണം എന്നുള്ള ആവശ്യം പാർട്ടിക്കകത്ത് നിന്ന് ശക്തമായി വരുന്ന സാഹചര്യം. അതേസമയം തന്നെ ചില നേതാക്കൾ സുധാകരൻ ഒഴിയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം. അതിലെ ആ നിലപാടുകളിൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ഇപ്പോഴെന്തായാലും ഹൈക്കമാൻഡ് ആ തീരുമാനം എടുത്തിരിക്കുകയാണ്. സണ്ണി ജോസഫ് പുതിയ KPCC അധ്യക്ഷനാകാൻ പോകുന്നു.